ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനിവിടെ അവൽ കൊണ്ട് അവലും ഏത്തപ്പഴവും ചേർത്ത് ഞാനൊരു സുഖിയനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ 2 ഏത്തപ്പഴം, 2 ഗ്ലാസ് അവല്, പിന്നെ സ്വല്പം അണ്ടിപ്പരിപ്പ്, സ്വല്പം ഉണക്കമുന്തിരിങ്ങ, പിന്നെ തേങ്ങ 1 കപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് എണ്ണ, പിന്നെ നമ്മുടെ നെയ്യ്, ശർക്കര ലായനി വേണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ചൊന്ന് ഓണാക്കി കൊടുക്കാം. ഏത്തപ്പഴം ഒന്ന് പൊളിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് കനം കുറച്ച് ഏത്തയ്ക്ക ഉപ്പേരി വറക്കാൻ അരിയുന്ന പോലെ കനം കുറച്ചൊന്ന് അരിയാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മുന്തിരിങ്ങ എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുന്തിരി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വീർത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പറങ്ങേണ്ടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കാം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴുത്തതാണ്. ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഏത്തപ്പഴവും അണ്ടിപ്പരിപ്പെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവലെടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് അവലും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അവലും പഴവും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 1/2 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു 150 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കര ലായനിയാക്കിയാണ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 കപ്പ് തേങ്ങയുടെ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവലും തേങ്ങയും പഴവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വഴന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഏലക്കയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഉരുട്ടിയെടുക്കണം. അതിന് മുമ്പിട്ട് നമുക്കിനി മൈദായോ അരിപ്പൊടിയോ എന്ത് പൊടി വേണേലും എടുക്കണം. അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഴമെല്ലാം ഉടയാനുണ്ടെങ്കിൽ ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. 1 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് നീണ്ടു പോകണ്ട. നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു നീട്ടം വേണം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒട്ടും നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കലക്കിയെടുക്കണം. ഒരു പാൻ വെച്ചാൽ ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, തേങ്ങ എണ്ണയാണ് ഉപയോഗിക്കുന്നത്.
സുഖിയൻ വറുത്തെടുക്കാൻ പാകത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കിവിടെ നമ്മുടെ സുഖിയൻ ഉണ്ടാക്കാനുള്ള അവലും പഴമെല്ലാം കൂടെ മിക്സാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാം റെഡി ആയിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാകുമ്പോൾ ഇത് നന്നായിട്ട് ഒരു ചെറുതായിട്ടിങ്ങനെ ഉരുട്ടി മാവിനകത്ത് മുക്കി നമുക്ക് ഓയിലിനകത്തോട്ടിട്ട് വറുത്തെടുക്കാനേ ഉള്ളൂ. നല്ലതായിട്ട് നല്ല റൗണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഇടുന്നത്. സുഖിയന് നമ്മൾ ചെറുപയറിൻ്റെ സുഖിയനൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ അവലും പഴം കൊണ്ട് സുഖിയൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇങ്ങനെ പാകത്തിന് 5-6 ഒരു പ്രാവശ്യം ഇടാനായിട്ട്, ഒരു ട്രിപ്പ് ഇടാൻ വേണ്ടി പാകത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ നമുക്ക് മാവിനകത്ത് മുക്കി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് നല്ല സൗകര്യമാണ്. ഇതിന് ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇത് ഒരു ടേസ്റ്റികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഒരു ചായയുടെ കൂടെ ഒക്കെ ഒരു കടി വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവലും ഏത്തപ്പഴം ഉണ്ടെങ്കിൽ, ഇപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങ ഒന്നും ഇടണമെന്നൊന്നുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇടാതെ നമുക്കിത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തേങ്ങയും പഴവും അവലും ശർക്കരയും ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മൈദയ്ക്കകത്ത് മുക്കിയിട്ട് ചുട്ടെടുക്കാം. ഇത് ഭയങ്കര വീതിയുള്ള പാത്രമാണ്. കുഴിഞ്ഞ പാത്രമാണെങ്കിൽ നമുക്ക് എണ്ണ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എടുക്കാൻ പറ്റും. ഇതിങ്ങനെ വീതിയുള്ള ഇതായിപ്പോയി. കുഴിഞ്ഞ ചട്ടി വേണമായിരുന്നു വയ്ക്കാൻ. കുഴിഞ്ഞ ചട്ടി വെക്കാൻ ഞാൻ വിട്ടുപോയി. എണ്ണ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നല്ലതാണ്. എന്നാലും കുഴപ്പമില്ല, തിരിച്ചും മറിച്ചും. എണ്ണ ആവശ്യം ഏറെ ഉണ്ട്. ഇത് വലിയ പാത്രമാണ്. ചെറിയ ചീനിച്ചട്ടി ഉണ്ടായിരുന്നു, അത് വെച്ചാൽ മതിയായിരുന്നു. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ സുഖിയനെല്ലാം നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരാൻ സമയമായി. അപ്പം നമുക്ക് ഇന്ന് കോരിയെടുക്കാം എണ്ണയില്ലാണ്ട്. ട്രിപ്പൂടെ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അതിനകത്ത് മുക്കി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ അവലും പഴം കൊണ്ട് ഉണ്ടാക്കിയ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അതുപോലെ നോയമ്പൊക്കെ നോക്കുന്നവർക്കാണെങ്കിലും ഇപ്പം അത്യാവശ്യം ഒരു കോഫി കുടിച്ച് ഒരു സുഖിയനൊക്കെ കഴിക്കാനായിട്ട് നല്ല അവലിൻ്റെയാണ്. ഒരു പ്രശ്നങ്ങളുമില്ല. ഷുഗറുള്ളവർക്കുമൊക്കെ കഴിക്കാം. അപ്പം നമ്മുടെ അവൽ സുഖിയൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റികരമാണ്. വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മുറിച്ച് കാണിക്കാം. എണ്ണയൊന്നും അങ്ങനെ കുടിച്ചിട്ടില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഏലക്കായുടെയും ഉണക്കമുന്തിരിയുടെയും പറങ്ങണ്ടിയുടെയും ഒക്കെ നെയ്യുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.